ഒരു ജനതയ്ക്ക് മുഴുവൻ ദേശീയഗാനം സമ്മാനിച്ച ഏഷ്യയിലെ ആദ്യത്തെ നൊബേൽ സമ്മാന വിജയിയായ, വാക്കുകൾ കൊണ്ട് ഭാരതത്തിന്റെ ആത്മാവിനെ തൊട്ടറിഞ്ഞ കവി രബീന്ദ്രനാഥ ടാഗോർ. ഓഗസ്റ്റ് 7 താൻ പ്രാണനതുല്യം സ്നേഹിച്ച കൊൽക്കത്തയിലെ ജൊറാസംഗോ താക്കൂർ ബാരിയിൽ വെച്ച് ആ മഹാപ്രതിഭ ലോകത്തോട് വിട പറഞ്ഞു. ഇന്ന് ഓഗസ്റ്റ് 7, ടാഗോറിന്റെ ഓർമ്മ ദിനത്തിൽ, ബംഗാളികൾ ബൈശേ ശ്രാവൺ എന്ന് വിളിക്കുന്ന ദിനത്തിൽ, ആ മഹാനായ വിശ്വകവിയുടെ ജീവിതത്തിലേക്കും അന്ത്യനാളുകളിലേക്കും നമുക്കൊന്ന് കണ്ണോടിക്കാം. തന്റെ ജീവിതത്തിന്റെ അവസാന വർഷങ്ങളിൽ ടാഗോർ രോഗബാധിതനായിരുന്നു. എങ്കിലും അദ്ദേഹത്തിന്റെ ചിന്തകളും എഴുത്തും ഒരിക്കലും നിലച്ചില്ല. രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ഭീകരത ലോകമെമ്പാടും പടർന്നു പിടിച്ച കാലമായിരുന്നു അത്. തന്റെ 80ാം ജന്മദിനത്തിൽ, അതായത് മരണത്തിന് ഏതാനും മാസങ്ങൾക്ക് മുൻപ്, അദ്ദേഹം എഴുതിയ അവസാനത്തെ പ്രധാന ഗദ്യരചനയായിരുന്നു സഭ്യതാർ സങ്കട. പാശ്ചാത്യ സാമ്രാജ്യത്വത്തെ രൂക്ഷമായി വിമർശിച്ച അദ്ദേഹം അപ്പോഴും മനുഷ്യശക്തി വീണ്ടെടുക്കുമെന്ന പ്രത്യാശ കൈവിട്ടില്ല. അദ്ദേഹം കുറിച്ച ആ വരികൾ ലോകചരിത്രത്തിൽ ഇന്നും മുഴങ്ങി കേൾക്കുന്നു. മനുഷ്യനുള്ള വിശ്വാസം നഷ്ടപ്പെടുത്തുന്നത് ഒരു കുറ്റകൃത്യമാണ്. ശരീരം തളരുമ്പോഴും അദ്ദേഹത്തിന്റെ മനസ്സിൽ കവിതകൾ വിരിഞ്ഞുകൊണ്ടേയിരുന്നു. ശസ്ത്രക്രിയയ്ക്കായി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് പോലും അദ്ദേഹം കവിതകൾ ചൊല്ലിക്കൊടുത്തു. മറ്റുള്ളവർ അത് കുറിച്ചെടുത്തു. ഈ കവിതകളാണ് പിന്നീട് ശേഷലേഖ എന്ന പേരിൽ അറിയപ്പെട്ടത്. തന്റെ അന്ത്യം അടുത്തെത്തി എന്ന് തിരിച്ചറിഞ്ഞതുപോലെ മരണത്തെ തികച്ചും പ്രകൃതിദത്തമായ ഒരു മാറ്റമായി മാത്രമാണ് ടാഗോർ കണ്ടത്. പ്രകൃതിയെയും ദൈവത്തെയും പ്രണയിച്ച കവിക്ക് മരണം മറ്റൊരു യാത്രയുടെ തുടക്കം മാത്രമായിരുന്നു.